പ്രിയദർശൻ, മോഹൻലാൽ, ശ്രീനിവാസൻ ഹിറ്റായിരുന്നപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് എൻ്റെ സിനിമാ പാട്ട് എഴുതാൻ പ്രേരിപ്പിച്ചത്. കാരണം അതിൻ്റെ ഒരു കാരണക്കാരൻ സുരേഷ് കുമാറാണ്, നമ്മുടെ സുരേഷ് പ്രൊഡ്യൂസർ. ദാസേട്ടനൊപ്പം വർക്ക് ചെയ്തപ്പോഴും ഈ സന്തോഷമായിരുന്നു. അത് പിന്നെ അതൊരു മായിക ലോകത്തേക്ക് തന്നെ അനുഭവമല്ലേ. പാട്ട് ഇഷ്ടമില്ലാത്തൊരാരും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ കുട്ടിക്കാലം മുതലേ പാട്ടിൻ്റെ വഴികളിലൂടെ തന്നെ പട്ടാളക്കാരനാകാൻ പറ്റിയില്ല. കാരണം എൻ്റെ കവിയാകണം എന്നുള്ളത് ഒരു ഭാഗികമായ ഒരു കവിയാകെ മാറാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആദ്യ പാട്ട് എഴുതിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഓർമ്മയൊന്ന് പങ്കുവയ്ക്കുമോ? ഒരു അപൂർവ ഭാഗ്യമായി ഞാൻ കാണുന്നത് NP കൃഷ്ണവാര്യർ സാറിൻ്റെ പ്രോത്സാഹനം. അദ്ദേഹം അന്ന് കുങ്കുമത്തിൻ്റെ എഡിറ്ററായിരുന്നു. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. ശ്രീ പന്തളം സുധാകരനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല, അദ്ദേഹത്തിന്റെ ഒരു പൂക്കി സൈഡാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രശസ്ത ലിറിസിസ്റ്റ് ആയിരുന്നു. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. എന്നാലും എങ്ങനെയാണ് ഈ പാട്ടുകൾ എഴുതുന്ന വഴിയിലേക്ക് വന്നത്? പാട്ട് ഇഷ്ടമില്ലാത്തൊരാരും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ കുട്ടിക്കാലം മുതലേ പാട്ടിൻ്റെ വഴികളിലൂടെ തന്നെ ഞാനും സഞ്ചരിച്ചിരുന്നു. മനസ്സ് നിറയെ എൻ്റെ ആഗ്രഹം ഒരു കവിയാകണമെന്നായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ ഓരോരുത്തരോട് ചോദിക്കുന്നത് എന്താവണം. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അവരവരുടെ കൂടുതലും ടീച്ചർമാരാകണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടാഗ്രഹമുണ്ട്. ഒന്നൊരു പട്ടാളക്കാരനാവണം, രണ്ടൊരു കവിയാകണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ കുട്ടികളെല്ലാം ചിരിച്ചു. എനിക്ക് രണ്ടിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ പട്ടാളക്കാരനാകാൻ പറ്റിയില്ല, കാരണം എൻ്റെ ശരീരത്തിൻ്റെ നീളക്കുറവുണ്ട്. പക്ഷേ ഒരു കവിയാകണം എന്നുള്ളത് ഒരു ഭാഗികമായ ഒരു കവിയാകെ മാറാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ പന്തളം NSS ഹൈസ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതിന് മുമ്പ് അവിടുത്തെ ഗവൺമെൻറ് UP സ്കൂളും. അപ്പോൾ ഈ UP സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ക്ലാസ്സിലെയും സ്കൂളിലെയും പാട്ടുകാരനായിരുന്നു. പാട്ടെഴുത്തുകാരനല്ല, പാട്ടുകാരനായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെറിയ പാട്ടുകൾ പോലെയൊക്കെ ഉണ്ടാക്കി അവതരിപ്പിക്കും. നാടകം എഴുതി അവതരിപ്പിച്ച് സമ്മാനം നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ യഥാർത്ഥത്തിൽ രഹസ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ നല്ലൊരു വായനക്കാരനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ അവിടെ ഞാൻ അറിയാതെ കൊണ്ടുവെക്കുമായിരുന്നു. കാരണം അച്ഛനറിയാം ഞാനിതെടുത്ത് വായിക്കുമെന്ന്. എൻ്റെ പേടി ഞാൻ വായിച്ചാൽ കുഴപ്പമുണ്ടോ എന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു രഹസ്യ ഇടപാടുകളായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഉള്ളിൽ അങ്ങനൊരു പാട്ടുകാരൻ ഞാൻ കുറേ ക്ലാസിക്കൽ സംഗീതം എൻ്റെ ഇളയ സഹോദരിയെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനത് കേട്ട് ഞാനും കുറേ കീർത്തനങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പാട്ടിൻ്റെ വഴിയെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വന്നു. അപ്പോൾ ഈ പാട്ടുകാരൻ കൂടിയാണ്, പാട്ട് പാടും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി തരുമോ? അല്ല, അത് ക്ഷമിക്കണം. ഈ പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതല്ല, എഴുതും പണ്ട് പാട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമാണ്. അതെ, എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടെങ്കിലും ഈ പുതിയ കാലഘട്ടത്തിൽ കുറേ അറിയാൻ സാധ്യതയുള്ളത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ രാജസേന എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിൽ വേണി ഇഗ്നേഷ്യസ് സംഗീതം കൊടുത്ത ദാസേട്ടനും ചിത്രയും പാടിയ എൻ്റെ മൗനരാഗം ഇന്ന് നീ അറിഞ്ഞു എന്നുള്ള ജയറാമിന് വേണ്ടിയുള്ള പാട്ടാണ്. അത് കുറച്ച് ഇഷ്ടമാണ്. പിന്നെ അതിന് മുമ്പൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകളും എല്ലാം ഇഷ്ടം തന്നെയാണ്. ആദ്യ പാട്ട് എഴുതിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഓർമ്മയൊന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ കേരളത്തിലെ എല്ലാ പ്രമുഖ വാരികളിലും മറ്റു മാഗസിനിലും കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരമായി കവിത എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കവിത എഴുതി വന്ന സന്ദർഭത്തിലാണ് ആകാശവാണിയിലേക്ക് ഗാനങ്ങൾ എഴുതി അയക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയോ യാദൃച്ഛമായിട്ട് MG രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെട്ടു. അതായത് നമ്മുടെ ശ്രീകുട്ടൻ്റെ MG ശ്രീകുമാറിൻ്റെ ജ്യേഷ്ഠൻ. അപ്പം അദ്ദേഹം വലിയൊരു സുഹൃത്ത് വലയം, പ്രായ ഭേദമന്യേ ഒരു വലിയ സുഹൃത്ത് വലയമുള്ള ഒരു കലാകാരനെ ഞാൻ
MG രാധാകൃഷ്ണനെ പോലും മറ്റൊരാളെ കണ്ടിട്ടില്ല. അയ്യോ, എപ്പോൾ എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമായിരുന്നു. കേരളത്തിലെ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ, സിനിമക്കാർ, ഗായകരൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അതിഥികളല്ല, ആതിഥേയന്മാരായിരുന്നു. അങ്ങനെ ഒരു എനിക്കത് തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു വീടും കൂടിയാണ് അത്. മേടയിൽ നമ്മുടെ ഒരു അഭയ കേന്ദ്രം പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനും അദ്ദേഹം നിർബന്ധിച്ച് ഈ ആകാശവാണിക്ക് വേണ്ടി ചെറിയ ചില പാട്ടുകളൊക്കെ എഴുതി. പിന്നെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നാടകം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പാട്ടെഴുതി. അതോടൊപ്പം തന്നെ ഞാൻ സജീവമായി എല്ലാ വീക്കിലികളിലും, പ്രത്യേകിച്ച് എനിക്ക് അഭിമാനമുള്ളതൊന്ന് യൂസഫ് അലി കേച്ചേരി, അതുപോലെ തന്നെ അന്ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു എൻ്റെ നാട്ടുകാരൻ MK മാധവൻ നായർ സാറ്. പിന്നീട് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഒരു അപൂർവ ഭാഗ്യമായി ഞാൻ കാണുന്നത് NB കൃഷ്ണവാര്യർ സാറിൻ്റെ പ്രോത്സാഹനം. അദ്ദേഹം അന്ന് കുങ്കുമത്തിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ കുങ്കുമത്തിലൊക്കെ ഒരു 2 മാസത്തിൽ ഒരു കവിത കമ്പൽസറി ആയിട്ട് വരുമായിരുന്നു. എന്നെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുമായിരുന്നു. പിന്നെ കേരള ശബ്ദം പ്രസിദ്ധീകരണങ്ങൾ, മലയാള മനോരമ, അങ്ങനെ കലാകൗമുദി, കേരളത്തിലെ എല്ലാ അന്നത്തെ. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഗൂഢമായ സന്തോഷമുണ്ട്. കാരണം ലൈബ്രറിയിൽ ഇങ്ങനെ എൻ്റെ കവിത വന്നിട്ടുള്ളൂ, ആൾക്കാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടുമായിരുന്നു. പിന്നെ എൻ്റെ ചില വരികൾ തന്നെ കുട്ടികൾ ഓട്ടോഗ്രാഫ് എഴുതാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു അന്നത്തെ കാലത്തെ സംബന്ധിച്ച് ഒരു സന്തോഷ അഭിമാനം, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ KSU നേതൃനിരയിലേക്കും വന്നു. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ നേതൃനിരയിലേക്ക് വന്നതുകൊണ്ട് ഈ സജീവമായ ഒരു കവിതാ രംഗത്ത് നിൽക്കാൻ കഴിയാതെ പോയി എന്നതിൽ എനിക്ക് ഒരു നിരാശയുണ്ട്. കാരണം രണ്ടും രണ്ട് വഴിയാണ്. ഒന്ന് സമരത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും യാത്രകളുടെയും വഴി, മറ്റൊന്ന് തീർച്ചയായും ഒരു സർഗാത്മകതയുടെ വഴി. രണ്ടും രണ്ട് തലത്തിലുള്ളവരെയാണ് നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്. അതുപോലെ പട്ടാളക്കാരനാവാനും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 3 തലത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ സഫലമായതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പട്ടാളക്കാരനാകാൻ പറ്റിയില്ല. പക്ഷേ ഇന്നും എൻ്റെ ഏറ്റവും വലിയ വീരപുരുഷന്മാർ എന്ന് പറയുന്നത് പട്ടാളക്കാരാണ്. അതിനുവേണ്ടി ഞാൻ അന്ന് AK ആന്റണി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഈ മിലിറ്ററിക്കാർക്കുള്ള കോട്ടയുണ്ട്, ലിക്വറിൻ്റെ കോട്ട, അതിൻ്റെ ടാക്സ് വെട്ടിക്കുറച്ചത് ഞാനാണ്. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് അതിൻ്റെ ടാക്സ് ഒക്കെ കുറച്ച്. അദ്ദേഹം വലിയൊരു ഈ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തിനാണിത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മിലിറ്ററി പട്ടാളക്കാർ എന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിക്കട്ടെ. അല്ല, ഞാൻ പറയാം, അത്രയൊരു സന്തോഷമുണ്ട്. അതെ, കാര്യം അവര് ഉണർന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഉറങ്ങുന്നത്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഈ എഴുതിയ പാട്ടുകളിലെല്ലാം ഏറ്റവും കൂടെ വർക്ക് ചെയ്തവരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനുഭവം സിനിമയുമായി ബന്ധപ്പെട്ട്? ഞാൻ ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട്, ആ സിനിമ ഇറങ്ങിയില്ല പലരുടെയും പോലെ. അത് രവി ആലുമൂടൻ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ പ്രഗത്ഭനായ നടനും സംവിധായകനുമായിരുന്നു. അപ്പോൾ രവി ആലുമൂട് സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പാട്ട് എഴുതിയത്. അതിന് സംഗീതം KJ ജോയി ആയിരുന്നു. KJ ജോയിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അന്ന് രാജാമണി, മറ്റൊരു അസിസ്റ്റൻ്റ് നമ്മുടെ ഓസ്കാർ അവാർഡ് നേടിയ മരതകമണി. അങ്ങനെയുള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ അന്ന് ഒരു താരാട്ട് പാട്ടായിരുന്നു. അതായത് തുടങ്ങുന്ന തന്നെ അമ്മയ്ക്ക് കിന്നാര ചെപ്പ് തുറക്കുന്ന പൊൻതിങ്കൾ മുത്തേ പൊന്മുത്തേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അത് പാടിയത് S ജാനകി അമ്മയാണ്. അതാണ് ആദ്യത്തെ പാട്ട്. പക്ഷേ എൻ്റെ ദൗർഭാഗ്യത്തിന് ആ സിനിമ വകതിക്ക് വെച്ച് നിന്നുപോയി, ഇറങ്ങില്ല. പക്ഷെ പാട്ട് തരംഗിണി കാസറ്റിലൂടെ പുറത്തിറങ്ങി. തരംഗിണി ആയിരുന്നല്ലോ കാസറ്റിൻ്റെ ഒരു മണപ്പണി. ഇറങ്ങി. അതിൽ ഒരു പാട്ട് ദാസേട്ടൻ്റെയും കൂടെ ആയിരുന്നു. അങ്ങനെ 2 പാട്ടുണ്ട്. രണ്ടാമതൊരു
ഒരു ഒരു അത് ഒരു അപൂർവമായ ആദ്യത്തെ അനുഭവമാണല്ലോ. അത് നല്ലൊരു മാത്രമല്ല ആ സിനിമയ്ക്ക് വേണ്ടി മറ്റൊരു പാട്ട് എഴുതിയത് മാധവിക്കുട്ടിയായിരുന്നു. ഓ, അപ്പോൾ അതൊരു അപ്പോൾ അങ്ങനെ ഒത്തിരി വ്യത്യസ്തത ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൗർഭാഗ്യത്തിന് സിനിമ ഇറങ്ങിയില്ല. പിന്നെ രണ്ടാമത് നല്ലൊരു ഓർമ്മ A.T. ഉമ്മർ, അവളുടെ രാവുകൾ എന്നൊക്കെ പറഞ്ഞ സിനിമ പാട്ടുകൾ എഴുതിയിട്ടുള്ള A.T. ഉമ്മർ, അദ്ദേഹം എൻ്റെ 2 പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇടപെടാൻ കഴിഞ്ഞത് ഒരു നല്ല ശുദ്ധ മനുഷ്യൻ, നല്ല ഒരു വ്യക്തി, നമ്മളോടൊക്കെ വാത്സല്യത്തോടു കൂടിയാണ് ഇടപെടുന്നത്. അപ്പോൾ ഒരു സംഗീതജ്ഞൻ എന്നതിനേക്കാൾ അപ്പുറമായി ഒരു വലിയ മനുഷ്യസ്നേഹി എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ ആരാധനയായിരുന്നു. പിന്നെ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും വലിയ ഹിറ്റുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമാണ്. അതിൽ ഒരു അത് പാടിയത് ചിത്രയും ദാസേട്ടനുമായിരുന്നു. ദാസേട്ടൻ്റെ ഒരു മനോഹരമായ പാട്ടാണത്. പാട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ലൊരു പാട്ടാണത്. ഞാൻ ഓർത്ത് വരുമ്പോൾ വേണമെങ്കിൽ പറയാം. അതെനിക്ക് നല്ലൊരു അനുഭവമാണ്. ഈ ജാനകിയമ്മയുമായിട്ട് ഒപ്പം വർക്ക് ചെയ്തതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അത് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനില്ല, സ്റ്റുഡിയോയിലില്ല. അത് മദ്രാസിലല്ലേ എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്യുന്ന. രണ്ടാമത്തെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനന്ന് നിർബന്ധമായിട്ട് പോയി. കാരണം എനിക്ക് ജാനകിയമ്മയെ കാണാനുള്ളൊരു ആരാധനയുണ്ട്. ആ പാട്ട് അതിൻ്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത് നമ്മുടെയൊക്കെ സംഗീതത്തിലെ പുണ്യം എന്ന് പറയാവുന്ന G. ദേവരാജ മാഷാണ്. ദേവരാജ മാഷ് എൻ്റെ 2 പാട്ടുകൾക്കാണ് ഈണം നൽകിയത്. അതിൽ ആദ്യത്തെ പാട്ട് പാടിയത് ജാനകിയമ്മയാണ്. കുമ്മാട്ടിപ്പാട്ടിൻ്റെ താളത്തിൽ എന്ന് പറഞ്ഞ് നായിക ഭാരതപ്പുഴയിലെ കൂടെ ഓടിപ്പോകുന്ന, അങ്ങനെ തുള്ളി പോകുന്ന ഒരു സീനുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് ദാസേട്ടനാണ് പാടിയത്. ദാസേട്ടനൊപ്പം വർക്ക് ചെയ്തപ്പോഴും ഈ സന്തോഷമായിരുന്നു. അത് പിന്നെ അതൊരു മായിക ലോകത്തേക്കുന്ന അനുഭവമല്ലേ. ഈ എനിക്ക് ഏറ്റവും ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഏറ്റവും ടോപ്പായിട്ടുള്ള അനുഗ്രഹീത ഗായകനാണ്. പക്ഷെ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞ ഇന്ന് നിങ്ങളാരും വിശ്വസിക്കുകയില്ല. കാരണം ഒരു പാട്ട് എത്ര ടേക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ചോദിക്കും, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി. അതാണ് ദാസേട്ടൻ. ഇപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ 2ാമത് എടുക്കണമെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കില്ല. അത് നിങ്ങൾ കട്ട് ചെയ്ത് പിന്നെ എടുത്തോളൂ എന്ന് പറയുന്നത് ടെക്നോളജി മാറിയപ്പോഴേ. പണ്ട് അങ്ങനെ അല്ലല്ലോ. ഇവർ സ്റ്റുഡിയോയിൽ വന്ന് ആ പാട്ട് മൊത്തം അതിന് പെർഫെക്ഷൻ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ തോന്നുന്നത് വരെ പാടുന്ന കാഴ്ച ഒരു ഡെഡിക്കേഷൻ. അത് നമ്മുടെ ഒരു അത്ഭുതം തന്നെയാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല. അത്ര ബുദ്ധിമുട്ടുള്ള, അത്ര അദ്ദേഹത്തെ വലിയ ദേഷ്യം വരുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മ്യൂസിക് ഡയറക്ടറുടെ മുമ്പിൽ, രചയിതാവിൻ്റെ മുമ്പിൽ, കാരണം ഈ പാട്ടുകൾ എഴുതി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു ഹിമാലയത്തോളം ഉയരുകയാണ്. കാര്യം ചോദിക്കുന്നത് ദാസേട്ടൻ. നമ്മൾ എഴുതുന്നൊരു വാക്ക്, ആ വാക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടെ പുറത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക, അതിങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആ ശബ്ദത്തിൽ തന്നെ കേൾക്കാനും കഴിയുന്ന ഭാഗ്യം. അതെ, അതൊരു അപൂർവമായ ഭാഗ്യമാണ്. എവിടെ ഇരുന്നാണ് ഈ പാട്ടുകൾ എഴുതുന്നത്? ഏറ്റവും സന്തോഷത്തോടെ കാമായിട്ട് നമ്മൾ ഈ അയാൾ കഥ എഴുതുകയാണ് സിനിമയെ കാണുമ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലത്തിരുന്നാണ് എഴുതുന്നതെന്ന് നമുക്ക് തോന്നില്ലേ? അത് ഇതിലൊരു വലിയ തമാശ രംഗങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ പുറത്തു വന്ന സിനിമ എന്ന് പറയുന്നത് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ്. പ്രിയദർശൻ, മോഹൻലാൽ, ശ്രീനിവാസൻ ഹിറ്റായിരുന്നപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് എന്നെ സിനിമ പാട്ട് എഴുതാൻ പ്രേരിപ്പിച്ചത്. കാരണം അതിൻ്റെ ഒരു കാരണക്കാരൻ സുരേഷ് കുമാറാണ്, നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷാണ്. അപ്പം എൻ്റെ ഈ തിരുവനന്തപുരത്തെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ സുരേഷും നമ്മുടെ പ്രിയനും അങ്ങനെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കുന്നത്. അപ്പം ഞാൻ കവിത എഴുതും, ഈ കിള്ളികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ എന്താ ഒരു പാട്ട് എഴുതുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ട് എഴുതാൻ അതിനൊരു വേറെ ടെക്നിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെല്ലാം കൂടെ തൂക്കിയെടുത്ത് തന്നെ ചെന്നൈ കൊണ്ടുപോയി
അവിടെ അന്നത്തെ ഇടത്തര സിനിമക്കാരുടെ താവളം എന്ന് പറയുന്ന പാങ്ക്രോ ഹോട്ടലാണ്. അവിടെ റൂം എടുത്തിട്ട് ആ റൂമിൽ MG ശ്രീകുമാറും ഞാനും പ്രിയനും പിന്നെ സുരേഷും അങ്ങനെ എല്ലാവരും കൂടെ അന്ന് ചെറിയ തുക കൊണ്ട് വലിയ സ്വപ്നം കാണുന്ന സിനിമക്കാരുടെ ഇവരുടെ എല്ലാം ഉള്ളിൽ സിനിമയാണ്.